Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. Option trading lode minimum investment in the maximum returns നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 27th സെപ്റ്റംബറിൽ ട്രേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ നമുക്കൊരു 10 മണിക്ക് മുമ്പ് നമുക്ക് നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് പുട്ടുമേളിലേക്ക് കയറി നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് എടുത്തു. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് ആണെങ്കിലും ഒരു ആഫ്റ്റർനൂൺ അപ്പുറം 1 മണി കഴിഞ്ഞ ശേഷം മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. അതുവരെ സൈഡ് വേസ് ആയിരുന്നു, അതിനും നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും സൈഡും രണ്ട് സൈഡും നോക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മേളിലേക്ക് കയറിയിട്ടുണ്ട്. 19 കോളിൽ ഇന്ന് നോക്കുക കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമ്മൾ 245 എടുത്ത പോയിന്റ് നേരെ കയറിയത് അപ്രോക്സിമേറ്റ് 344-45 വരെ നമുക്ക് നല്ല റിട്ടേൺസ് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് ഇതിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 5000 പോയിന്റിൻ്റെ നമുക്ക് പ്രോഫിറ്റിന് അടുത്ത് നമുക്ക് ഈ ഒരു ആഫ്റ്റർനൂൺ സെക്ഷൻ, അതിന് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുള്ള ആ ബൈ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മോർണിംഗിലേ അല്ല പറഞ്ഞ, ആഫ്റ്റർനൂൺ ട്രേഡിൻ്റെയാണ് പറഞ്ഞത്. അപ്പം നല്ല റിട്ടേൺസ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡ് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതുപോലെ നിങ്ങൾക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ, അതും ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അപ്പോൾ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് നിങ്ങൾക്ക് എങ്ങനെ അതിനകത്തൊരു കറക്റ്റായിട്ടൊരു ട്രേഡ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന നല്ലൊരു ട്രേഡ് എടുക്കാം. അതേപോലെ തന്നെ എവിടം വരെ ഹോൾഡ് ചെയ്ത് വെക്കണം, നല്ല ചെറിയ പോയിന്റൊക്കെ റിവേഴ്സ് പോകുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ എന്നൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ ട്രേഡിലൂടെ. അപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഇന്നത്തെ മൊമെൻറ്റ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് വെർഷനാണ്. നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ചേർത്തല 𝐾𝐸 ചാനലാണ് ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്. നമ്മുടെ ആക്ച്വലി സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 2009 വെച്ചിട്ട് ഫസ്റ്റ് വെർഷനുമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന 8ാമത്തെയാണ്. അപ്പോൾ ഇത് ടോട്ടൽ എല്ലാം കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസിലേക്ക് വരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഗൈഡ് ചെയ്തത് എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഈവൻ സിമ്പിൾ സ്ട്രാറ്റജിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആക്ച്വലി മോർണിംഗിൽ സെല്ലുണ്ടായിരുന്നു, ഗ്യാപ് ഡൗണിലാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് പെട്ടെന്ന് കയറി എടുക്കരുത്. നമുക്ക് ആക്ച്വലി ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ആണെങ്കിൽ പെട്ടെന്ന് റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ മോർണിംഗിൽ ഈ റെഡ് കളർ ഡൗൺ ഒരു സെല്ല് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ്. നമുക്കൊരു സിഗ്നൽസ് തരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഇതേപോലെ സൗണ്ട് എഫക്റ്റോടുകൂടി അലേർട്ട് മെസ്സേജ്, ഇതാണ് സൗണ്ട് എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അലേർട്ട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ ഈ നമുക്ക് ബോക്സിൽ കാണിച്ചു തരും എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ ഒരു ബൈ വന്നു കഴിഞ്ഞാൽ ഒരു സെല്ല് വന്നാലും നമ്മൾ ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ സൈഡിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഏതിൻ്റെ ഡീറ്റെയിൽസില്ല. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയാണ് നോക്കുന്നതെങ്കിൽ സ്റ്റോക്കിൻ്റെ വന്നാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നൽ ബൈ ആണ് വന്നിരിക്കുന്നത്, ബൈയുടെ ഡീറ്റെയിൽസ് മുകളിലും താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയിൽ വന്ന ബൈ ആണ്, ബൈയുടെ ഡീറ്റെയിൽസ് എപ്പോഴാണ് വന്നത് 15 എൻട്രി പോയിന്റ് ടാർഗറ്റ്സും. പക്ഷേ ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കൺഫർമേഷൻ ലെവൽസ് ഉണ്ടാകും, ചെക്ക് ചെയ്യണം. 3 എണ്ണമാണ്. ഫസ്റ്റ് ക്യാൻഡിൽ കളർ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് നോക്കേണ്ട കൺഫർമേഷൻ ബാറാണ്, പിന്നെ പ്രൈസ് ആൻഡ് ബൈസ് ഉണ്ട്. ഇത് 3 നോക്കിയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പം ഇവിടുന്ന് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു അപ് ട്രെൻഡ് ഇല്ലേ, നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു ബൈ കൺഫർമേഷൻ തരാഞ്ഞത് എന്താണ്, കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തൊരു ആക്ച്വലി സൈഡ് വേസ് ആയിട്ട് തന്നിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു അപ് ട്രെൻഡ് പോയി ഹ്യൂജ് ഹൈക്കാണ്. പക്ഷേ അവിടെ ഒരു നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ കിട്ടാതെ മേളിൽ ചെന്നാൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ട്രേഡ് മിസ്സാകാതെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാം. 1 മിനിറ്റിലൊക്കെ എന്നാൽ ആ പോയിന്റ് അപ്രോക്സിമേറ്റ് 100 പോയിന്റ്സോളം നമുക്ക് കയറിയിട്ടുണ്ട്. അതൊരു ഹ്യൂജ് ഹൈക്കായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ സെക്കൻഡുള്ളിൽ പോകുന്ന ഹൈറ്റാണ്. അതുകൊണ്ടാണ് അവിടെ കൺഫർമേഷൻ നമുക്ക് തരാത്തത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ പോർഷൻസ് നമ്മൾ സ്കാൽപ്പിങ് പിടിക്കുന്നവർക്ക് അവിടെ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. പോർഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ആയിരുന്നു. ആ സമയത്ത് ബ്രേക്ക്ഔട്ട് പോയിട്ട് അപ്രോക്സിമേറ്റ് 100 പോയിന്റ്സോളം നമുക്ക് കയറിയിട്ടുണ്ട്. അത്ര നല്ല പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ഹ്യൂജ് ഹൈക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണ് ഇന്ന് 3 ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സെല്ല്, ഒരു ബൈ, പിന്നെ എഗെയിൻ അത് കഴിഞ്ഞ് ബ്രേക്ക്ഔട്ട് പോയ ബൈ. അപ്പോൾ ഈ 3 ട്രേഡിൽ നിന്ന് ഓപ്ഷൻ ട്രേഡേഴ്സിന് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കൺഫർമേഷന് മുമ്പ് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കേണ്ട, റിസ്ക് വെറുതെ നമ്മൾ റിസ്ക് എടുത്തിട്ട് നമുക്ക് ലോസിലേക്ക് വരുത്തി വയ്ക്കുന്നത് നല്ലതാണ്. കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ സെൽ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ഗ്യാപ് ഡൗണിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ട് ഓപ്ഷൻ അപ്രോക്സിമേറ്റ് 40,443 ബ്രേക്ക്ഔട്ട് പോയതാണ്. 500 ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
500 മോർണിംഗിലൊരു ബൈസിക്കിൾ വന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് ഈ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട് 194 194 നേരെ കയറിയിരിക്കുന്ന 408 വരെയാണ്. നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് 200 മോൾ അടിച്ച് കിട്ടുന്നുണ്ട്. അതും വിത്തിൻ ഹാഫ് ആൻ ഉള്ള അത്രയും നമുക്ക് അരമണിക്കൂറിൽ നമുക്ക് മോർണിംഗിൽ പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞു. അത്രയും നല്ല ഹ്യൂജ് റിട്ടേൺസ് ആണ് ഇന്നത്തെ മോർണിംഗിൽ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈസിക്കിൾ നോക്കുകയാണെങ്കിലും ബൈയും ഇതേപോലെ ബ്രേക്ക് ഔട്ട് പോയിട്ട് അപ്രോക്സിമേറ്റ് 44,428. അപ്പോൾ കോൾ ഓപ്ഷൻ നമ്മൾ 200 നമുക്ക് ആക്ച്വലി 300 നമുക്ക് എടുക്കാം. ഇവിടെ കോൾ ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷൻ നമുക്ക് ഇതേപോലെ തന്നെ 200 ഞാൻ എടുത്ത പോർഷനാണ്. 352 നേരെ നമുക്ക് മാർക്കറ്റ് കയറിയിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 525 വരെയാണ്. നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ നിഫ്റ്റി അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആകുന്നത് സപ്പോർട്ടും കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ ശ്രമിക്കുക. അവിടെ നേരെ താഴ്ത്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈയും നമ്മൾ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ എത്തി 3 ടാർഗറ്റും അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻ നമുക്ക് ലാസ്റ്റത്തെ ട്രേഡ് പ്രകാരം കോൾ ഓപ്ഷൻ നമ്മളെടുത്ത് 634 ആണ്. അപ്പോൾ ഇന്ത മണിയിലേക്ക് 400 ഞാൻ എടുത്തത്. അത് ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ആക്ച്വലി 235 ആ റേഞ്ചിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നേരെ നമുക്ക് കയറിയിരിക്കുന്നത് 344-45 വരെയാണ്. അപ്പം നല്ലൊരു റിട്ടേൺസ് നമ്മൾ ആക്ച്വലി അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടാർഗറ്റും അടിച്ചിട്ടും മാർക്കറ്റ് നല്ല രീതിയിലേക്ക് വൈറ്ററിൻ്റെ നമുക്ക് പോയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാം ലൈവിൽ എങ്ങനെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് നല്ല ട്രേഡ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നല്ലത് ഓക്കെയാണ്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റിലിറ്റി ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ഒരു സെല്ല് രാവിലെ തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ഹ്യൂജ് കൺസോളേഷനാണ്. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ആക്ച്വലി ഹ്യൂജ് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യാതെ ചെറിയ ഷോർട്ടിൽ നമ്മൾ എപ്പോഴും എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജി സ്കാൽപ്പിംഗ് ആണ്. അത് സൈഡ് വേസ് ആണോ അത് ട്രെൻഡി മാർക്കറ്റ് ആണെന്ന് ഇപ്പോൾ ഇന്നലത്തെയും എന്ന് പറഞ്ഞ സിഗ്നൽസ് സെയിം ആണ്. നമുക്ക് ആക്ച്വലി സെല്ല് മോർണിംഗിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇന്നലെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ബ്രേക്ക് ചെയ്യാതിരിക്കുന്ന പോർഷൻ നമ്മൾ എടുക്കാതിരിക്കും. അപ്പോൾ അത് മാത്രമല്ല ഇന്നലെ സെല്ല് ബാങ്ക് നിഫ്റ്റിയിൽ വന്നപ്പോൾ നിഫ്റ്റിയിൽ ആ സമയത്ത് ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്ക് മാർക്കറ്റ് എതിരെ നിൽക്കുമെന്ന് റിവേഴ്സ് ട്രെൻഡായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സെല്ല് വന്നതും ഒരുപാട് അങ്ങ് താഴ്ത്തിറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പോർഷൻസൊക്കെ നമുക്ക് ആക്ച്വലി സൈഡ് വേസ് കാണുമ്പോൾ അതായത് മോർണിംഗിൽ ഒരു മൊമെൻറ്റ് തരാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു സൈഡ് വേസ് ട്രെൻഡാണ്. അപ്പോൾ അതുപോലത്തെ ട്രെൻഡ് നമ്മൾ അറിയുന്നതും നമ്മൾ ആക്ച്വലി ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ റിവേഴ്സിൽ പിടിക്കാനായിട്ട് ട്രെൻഡ് ലൈൻ വേസ് മൊമെൻറ്റ് നോക്കിയാൽ മതി. അതേപോലെ കളർ ചേഞ്ച്, അതേപോലെ താഴത്തെ കൺഫർമേഷൻ ബാർ, ഈ 3 ഉണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സൽ പോയിന്റ് പിടികിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ഞാൻ നീട്ടുന്നില്ല. ഫസ്റ്റ് നിങ്ങളൊരു ഡെമോ അറ്റൻഡ് ചെയ്യും. ഡെമോ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ഡിസൈഡ് ചെയ്താൽ മതി നമ്മുടെ സോഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ മാത്രമല്ല ഏത് മാർക്കറ്റാണെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൾ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക, എന്നെ നമ്പറിലേക്ക്.